Hello friends, wide angle പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് സെക്കൻഡ്സ് ഫോൺസ്, ചെറിയ സെക്കൻഡ്സ് ഫോൺസിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ മൊബൈൽ ഫോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺസ് ഉണ്ടാവും, മറ്റുള്ള ബ്രാൻഡഡ് ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓപ്പോ, വിവോ അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡഡും ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ കാലിക്കറ്റ് മാവൂർ റോഡിലുള്ള ഫോറിൻ ബസാർ എന്നുള്ള സ്ഥാപനത്തിലേക്കാണ് പോകുന്നത്. അവിടെയുള്ളൊരു ഷോപ്പാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ 2000 രൂപ മുതൽ 1,00,000 രൂപ വരെ വിലയുള്ള 4G ഫോൺസുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഐഫോൺ ആണ്. ഇത് ഐഫോൺ 5SE എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊക്കെ ഒരു 5000-6000 റേഞ്ചിൽ വരും. പിന്നെ അതേപോലെ തന്നെ ഈ ഒപ്പോ ചെറിയ മോഡലുണ്ട്. ഇതൊക്കെ 2000 റേഞ്ചിലാണ് ഇവിടെ വിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒപ്പോൻ്റെ വേറെ മോഡലാണ്. ഇതൊരു 6000-7000 റേഞ്ചിലാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ഹോണറിൻ്റെ ഒരു മോഡലുകളുണ്ട്. ബാക്കിൽ ഫിംഗറൊക്കെ വരുന്ന മോഡലാണ്. ഇതൊക്കെ വിൽക്കുന്നത് ഒരു 6000-7000 റേഞ്ചിലാണ് വിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറെ ഇതിനെക്കാട്ടി കുറച്ച് 10 രൂപ കുറച്ച് മോഡലിലേക്ക് പോവുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു മോഡലുണ്ട്, A30s എന്ന് പറയും. ഇതൊക്കെ ഒരു 13-14 റേഞ്ചിലാണ് വിൽക്കുന്നത്. അതേപോലെ തന്നെ A50 എന്ന് പറഞ്ഞ മോഡലുണ്ട് സാംസങ്ങിൻ്റെ. ഇതൊരു 10-11 റേഞ്ചിലാണ് വിൽക്കുന്നത്. അതേപോലെ തന്നെ കുറച്ചും കൂടിയും റേറ്റ് കുറച്ച് 20 രൂപേൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ 7+ എന്നുണ്ട് ഐഫോൺ. ഒരു 26-27 റേഞ്ചിലാണ് ഇവിടെ വിൽക്കുന്നത്. അതേപോലെ ഐഫോൺസ് ഒരുപാടുണ്ട്. ഐഫോൺ 6, 7, പിന്നെ അതേപോലെ തന്നെ ഹുവായിൻ്റെ കുറച്ച് പ്രീമിയം മോഡലാണ്. ഇതൊരു 3940 റേഞ്ചിൽ വരും. P30 Pro ആണ് മോഡലിൻ്റെ പേര്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോണിൻ്റെ മോഡലാണിത്. ഇത് 11 Pro Max ആണ്. ഇതിന് 1.10 റേറ്റ് ഉണ്ട്. ഇത് യൂസ്ഡ് ആണ്. ഇവിടെ വിൽക്കുന്നത് 94-ലാണ്. ഇത് ഒരു 8-9 മാസം ഇനിയും വാറൻറ്റി ഉണ്ട്. 3 മാസം ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് കുറച്ചും കൂടി നല്ല മോഡലാണ്. ഐഫോൺ XS എന്ന് പറയും. ഇത് 256 GB ആണ് ഇവിടെ വിൽക്കുന്നത്. 50 റേഞ്ചിലാണ് വിൽക്കുന്നത്. ഇതൊക്കെ ബോക്സ് പീസ് ആട്ടോ അതൊക്കെ. പിന്നെ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ബാറ്ററി ഒക്കെ കുറച്ചും കൂടി ബാക്കപ്പ് കിട്ടുന്ന മോഡലാണിത്. കുറച്ച് ഡിസ്പ്ലേ സൈസ് കൂടും. ഇത് XS Max എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 256 GB ആണ്. ഇത് ഇവിടെ വിൽക്കുന്നത് 55 റേഞ്ചിലാണ്. ഇതൊക്കെ ബോക്സ് പീസ് ആട്ടോ. അതേപോലെ തന്നെ ഇത് XS ഗോൾഡാണ്. ഇത് വിൽക്കുന്നത് 64 GB ആണ്. ഇത് വാറൻ്റി ഒക്കെ ഉള്ളതാണ്. ഇത് ഇവിടെ വിൽക്കുന്ന റേറ്റ് 45 റേഞ്ചിലാണ്. പിന്നെ ഗൂഗിളിൻ്റെ നല്ല രസമുള്ള മോഡലാണ്. Pixel 3 എന്ന് പറയും. ഇത് വിൽക്കുന്നത് 24 റേഞ്ചിലാണ് ഇവിടെ വിൽക്കുന്നത്. അതേപോലെ തന്നെ OnePlusൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡലുണ്ട്. OnePlus 7 Pro എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 12GB 256 GB ആണ് വരുന്നത്. 12GB റാമും 256 GB ഇൻറ്റേർണൽ വരുന്ന മോഡലാണ്. ഇത് പ്രൈസ് വരുന്നത് 39 റേഞ്ച് വരും. പിന്നെ സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. നോട്ട് സീരീസ് ആണ്. നോട്ട് 10+ എന്ന് പറയും. ഇത് ഇവിടെ വിൽക്കുന്നത് 55 റേഞ്ചിലാണ്. ഇത് 256 GB ആണ്. 12GB. പിന്നെ ഒരുപാട് മോഡലുണ്ട്. വാച്ച് ഉണ്ട്, ആപ്പിളിൻ്റെ വാച്ച് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോസിലിൻ്റെ വാച്ച് ഉണ്ട്, LGൻ്റെ വാച്ച് ഉണ്ട്, പിന്നെ ബഡ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ആപ്പിളിൻ്റെ എയർപോഡ്സ് ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ ബ്രാൻഡും ഉണ്ട്. പിന്നെ ക്യാമറ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ലാപ്ടോപ്സ് ഉണ്ട് ഇവിടെ. എല്ലാം അവൈലബിൾ ആണ്. 2000 റേഞ്ച് മുതൽ 1 lakh പ്രൈസ് വരുന്ന എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും ഫോറിൻ ബസാറിൽ അവൈലബിൾ ആട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ് ഫുൾ സെക്കൻഡ്സ് ഫോണുകളാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഫോൺസാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ്സ് ഫോൺ ഉദ്ദേശിക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് വില കുറവും പ്രതീക്ഷിക്കും, അതേപോലെ തന്നെ നല്ല ഫോൺസ് ആയിരിക്കുന്നുണ്ട്. പക്ഷേ സെക്കൻഡ്സ് ഫോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ളതായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇതുണ്ടാവും. ചിലതൊക്കെ 3 മാസം 1.5 മാസമൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാർ കൊടുക്കുന്ന ഫോൺസാണ്. അവർക്ക് ലൈക്ക് ആവില്ല, പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ അങ്ങോട്ട് പോകും, അതുകൊണ്ടുള്ള ലെവലിൽ കിട്ടുന്നതാണ്. അപ്പോൾ നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺസാണ് ഫുള്ള് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയായിരുന്നു. നൈറ്റിൽ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഡേയിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഡേയിൽ നമ്മളെ ഒന്ന് കുളിപ്പിച്ചെടുത്തു. അപ്പോൾ ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീഡിയോസിന് എന്തെങ്കിലും വീഡിയോ എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഫുൾ സ്പീഡപ്പ് ആയിരുന്നു, എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ട്. ഫുള്ള് ഇപ്പോഴും മഴ അങ്ങനെ ചെയ്തതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാനിതിൽ വീഡിയോക്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ഗായ്സ്.